അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. റമദാൻ 11ാം ദിവസത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചായക്കടിയായിട്ട് ചിക്കൻ റോളാണ് ഉണ്ടാക്കിയത്. ബന്നിൻ്റെ കൂട്ടുണ്ടാക്കിയിട്ട് അതിൽ ചിക്കൻ്റെ മസാല ഫിൽ ചെയ്തുകൊണ്ട് ബ്രെഡിലും മുട്ടയിലും മുക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നോമ്പ് തുറ ഡ്രിങ്കായിട്ട് ഞാൻ ഇതിന് മുമ്പ് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു, മിൽക്ക് ഫാലൂദ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഡ്രിങ്കാണ്. നാസ്തയായിട്ട് അരിപ്പാപ്പം, നമ്മുടെ വെള്ളാപ്പത്തിൻ്റെ ആ ഒരു കൂട്ട് കല്ലിലിട്ടിട്ട് ചുട്ടെടുക്കുന്നതാണ്. പിന്നെ അതിനായിട്ട് മീൻ മസാലയാണ് ഉണ്ടാക്കിയത്. മീൻ പുയ്യാപ്പിള മീനാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ അത് കറി വെക്കാനൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പൊരിച്ചിട്ട് ഇങ്ങനെ മസാലയാക്കാനേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ നോമ്പ് തുറ. അപ്പം നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ആദ്യം ഞാൻ അരിപ്പാപ്പത്തിന് വേണ്ടിയിട്ട് പച്ചരി കുറച്ചെടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പച്ചരിയെ കുതിർത്ത് വെച്ചിട്ട് അരക്കുന്നതും അതേപോലെ ബന്നിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മാവ് കുഴച്ചെടുക്കുന്നതും വീഡിയോ ഞാൻ ശരിക്കും എടുത്തതാണ്. പക്ഷേ അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. ആ ഒരു 2-3 വീഡിയോസ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം കുറച്ചുണ്ടാക്കിയതിൻ്റെ ആ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് കാണണം. അപ്പം ഞാനിപ്പം ചിക്കൻ റോളിന് വേണ്ടിയിട്ടുള്ള ബന്നിൻ്റെ മാവാണ് കാണിക്കുന്നത്. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ കുഴച്ചെടുത്തത്. കുറച്ച് മൈദ, ഈസ്റ്റ്, പാൽപ്പൊടി, പഞ്ചസാര, ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒരു മുട്ട ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കുഴച്ചെടുക്കണം. കുഴച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ദോ ആകുന്നത് വരെ കുഴച്ചെടുക്കണം. എന്നിട്ടിത് ഒരു 1-2 മണിക്കൂറെങ്കിലും മൂടി വെക്കാം. ഇതൊന്ന് ഡബിൾ സൈസ് ആവുന്നത് വരെ മൂടി വെക്കാം. ഇങ്ങനെയാണ് ഞാൻ മാവിപ്പം ബന്നിന് വേണ്ടിയിട്ടും കുഴച്ച് വെച്ചത്. ഇതേപോലെ തന്നെ മീൻ പൊരിക്കാനുള്ള മാരിനേഷനും അതുപോലെ പൊരിക്കാൻ എണ്ണയിലേക്ക് ഇടുന്നതും ഒക്കെ വീഡിയോ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ചെറിയ പാർട്ടൊക്കെ അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പം പൊരിച്ച് ഫ്രൈ ആക്കി എടുത്തത് മാത്രമേ കാണുന്നുള്ളൂ. സാധാരണ നമ്മൾ മീൻ പൊരിക്കുന്നത് പോലെ തന്നെ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് മിക്സാക്കി വെച്ചതാണ്. എണ്ണയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നോൺ സ്റ്റിക്ക് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ആ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ സെയിം പാത്രത്തിൽ സെയിം എണ്ണയിൽ തന്നെ ഞാൻ മസാല ഉണ്ടാക്കുകയാണ്. അപ്പം ചൂടായി വന്ന എണ്ണയിലേക്ക് ഞാനിപ്പം 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഞാനിപ്പം സവാള കൊത്തി അരിഞ്ഞിട്ടാണ് ഇട്ടത്. നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. എണ്ണ ഈ മീനിൻ്റെ ആ ഒരു മസാലയൊക്കെ പിടിച്ചത് കൊണ്ട് തന്നെ കുറച്ച് കളറുണ്ട്. ആ കളറുള്ളത് നല്ലതുമാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ബിരിയാണി ഇല ഇട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ സവാള ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച ശേഷം മൂടി തുറന്നിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4-5 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്കിപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയിട്ട് അടച്ചു വെക്കാം. ഈ തക്കാളി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഇനിയൊന്ന് ജ്യൂസി ആക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് സോഫ്റ്റായി ജ്യൂസി ആയി കിട്ടണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇത് അടച്ചു വെക്കാം. ഒരു 5-8 മിനിറ്റ് അടച്ചു വെക്കാം. ഈ സമയം ഞാനിപ്പം അരിപ്പാപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരി അരച്ചെടുക്കുകയാണ്. അരിപ്പാപ്പം എന്ന് പറയുന്നത് വെള്ളാപ്പത്തിൻ്റെ ആ ഒരു കൂട്ട് തന്നെയാണ്. പക്ഷെ അത് സാധാരണ നമ്മുടെ കല്ലിലിട്ടിട്ട് ചുട്ടെടുക്കുന്നേ ഉള്ളൂ. വെള്ളാപ്പച്ചട്ടിയിലിട്ടല്ല ചുട്ടെടുക്കുന്നത്. അതിൻ്റെയും ആ കുറച്ച് വീഡിയോസ് ഈ അരക്കുന്ന പാർട്ടൊക്കെ ഉണ്ടായിരുന്നു, അതും ഡിലീറ്റ്. അപ്പോൾ ഓൾറെഡി വെള്ളാപ്പത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അരക്കുന്നത് മാത്രം കാണിക്കുകയാണ്. അങ്ങനെ ഞാനിപ്പം അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പം 2 ബാച്ചായിട്ടാണ് അരി അരച്ചെടുത്തത്. അങ്ങനെ മുഴുവൻ അരിയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയിട്ട് അടച്ചു വെക്കാം. ഒരു 3-4 മണിക്കൂർ അടച്ചു വെക്കുമ്പോഴേക്കും ഇതും ഡബിൾ സൈസായിട്ട് പൊങ്ങി വരും. അപ്പം നമ്മുടെ വെള്ളാപ്പത്തിൻ്റെ സെയിം കൂട്ട് തന്നെയാണ്, പൊങ്ങി വരും. അപ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റണം. ഈ സമയം നമ്മുടെ മീൻ്റെ മസാല എന്തായെന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയൊരു സ്പേസ് ആക്കി എടുത്തിട്ട് അതിലേക്കാണ് പൊടികൾ ചേർക്കുന്നത്. ജസ്റ്റ് ഒന്ന് വറുത്ത പോലെ കിട്ടുമല്ലോ. അപ്പം ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പം 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം.
പൊടികളൊക്കെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് പിടിച്ച് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ്സിനടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയിട്ട് ഇതൊന്നുകൂടെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ബന്നിൻ്റെ കൂട്ട് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പം 1 കപ്പ് മൈദയാണ് എടുത്തത്. അപ്പം അതിന് കണക്കായിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നങ്ങ് കുറച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഞാനിപ്പോൾ ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിത് ചെറിയ ചെറിയ ബോളാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ജോയിൻറ്റ്സ് ഒന്നും ഇല്ലാതെ നല്ലൊരു ബോളായിട്ട് തന്നെ കിട്ടും. അല്ലാതെ നമ്മൾ മുറിച്ചെടുക്കുമ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ജോയിൻറ്റ്സ് വന്നു പോകും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുട്ടി ബോളാക്കി എടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞതൊരു 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ വീണ്ടും ഈ ബോൾസ് ഡബിൾ സൈസായിട്ട് വരും. ഈ സമയം നമ്മുടെ മീൻ മസാല എന്തായെന്ന് നോക്കാം. മസാലയൊക്കെ ഇപ്പം കണ്ടോ നന്നായിട്ടങ്ങ് ഗ്രേവി നല്ല ജ്യൂസിയായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ അങ്ങ് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇളക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു പാത്രം ഒന്ന് ഇളക്കിയെടുക്കാനേ പറ്റൂ, കാരണം മീൻ പൊടിഞ്ഞു പോകുമല്ലോ. ഇനി നമുക്കിതിലേക്ക് മീൻ ഓരോന്നായിട്ട് ഓരോ ഭാഗത്തായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. മസാലയുടെ എല്ലാ ഭാഗത്തും മീൻ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മസാല ഈ മീനിൻ്റെ മുകളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മീനിട്ട് കഴിഞ്ഞാൽ ഇത് സ്പൂൺ കൊണ്ട് ഇളക്കാൻ നിൽക്കരുത്, മീൻ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പം ജസ്റ്റ് ഒന്ന് പാത്രം ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. അങ്ങനെ മീനിലേക്ക് ഞാനിപ്പം ചെറുതായിട്ട് മസാലയൊക്കെ ഒന്ന് മുകളിൽ കോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അപ്പോഴേക്കും മസാലയിൽ മീനിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങും, മീനിന് മസാലയുടെ ആ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂടി തുറന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് പാത്രം ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ മീൻ മസാല ഇവിടെ റെഡിയായി. ഇനി അടുത്തതായിട്ട് ചിക്കൻ ബന്നിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് പൊരിച്ച് മസാല ഉണ്ടാക്കണം. അപ്പം ഞാനിപ്പം ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തത്. ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പം 1 ടീസ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും വെക്കാം. ഞാനിപ്പം ചിക്കൻ പൊരിക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇനി എല്ലാ ഭാഗത്തേക്കും ഒന്നങ്ങ് സ്പ്രെഡാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് ചെയ്യാം, ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കുമ്പോഴേക്കും ഈ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വരും. ഇപ്പം കുറഞ്ഞതൊരു 5 മിനിറ്റോളം ഞാൻ അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളമൊക്കെ ഒന്നിനി വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ഇടക്കിടക്കൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണയിൽ കടന്നിട്ട് തന്നെ അങ്ങ് മുരിഞ്ഞ് കിട്ടണം. ഇപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിപ്പം ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാത്രത്തിൽ സെയിം ഓയിലിൽ തന്നെ ഞാനിപ്പം സവാള വറുത്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു വലിയ സവാളയും 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മാളിച്ചെടുക്കാം. ചീനച്ചട്ടി കുറച്ചൊന്ന് അടി പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ഈ സവാളയൊക്കെ ഒന്ന് മാറ്റിയിട്ട് പാത്രം ഒന്ന് കഴുകിയെടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് സോസസ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചേർക്കുകയാണ്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയ സോസ് എന്നിവ ചേർത്ത് കൊടുക്കാം. സോസ് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമില്ലാത്തവർ അതങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ചിക്കൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. സോസൊക്കെ എല്ലാത്തിലും അങ്ങ് പിടിച്ച് കിട്ടാനായിട്ടൊന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊരിച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പം ചിക്കൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ മസാലയിലേക്ക് ചിക്കനൊക്കെ നന്നായി പിടിച്ച് കിട്ടട്ടെ. അതുവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് സെലറി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബന്നിലേക്ക് ഇത് നിറച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം റോളിന് വേണ്ടിയിട്ട് ഓരോ ബോളാക്കി എടുത്തത്
ചെറുതായി കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുകയാണ്. റോളറോ ഒന്നും വേണമെന്നില്ല, കൈകൊണ്ട് തന്നെ പരത്തിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഈ ഫില്ലിംഗ് അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാവും. ഈ ബന്ന് പൊരിക്കുന്നേരം കുറച്ചുകൂടെ ഒന്ന് വീർത്ത് വരും, വലുതായിട്ട് വരും. അപ്പോൾ മസാല കുറച്ച് അധികം ഇടുന്നത് നല്ലതാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്നങ്ങ് കവർ ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. ജോയിൻസ് ഒക്കെ നന്നായിട്ട് കൈകൊണ്ടങ്ങ് അടച്ച് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കി വെക്കാം. ബാക്കി കുറച്ച് മസാല ഉണ്ട്, അത് ഞാനിപ്പം എടുത്തൊരു ഡബ്ബയിലിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇത് ഞാനിപ്പം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഒരു കോട്ടിംഗ് കൊടുക്കണം. ഞാനിപ്പോൾ 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ റോളും എടുത്തിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പം എല്ലാം ഇതേപോലെ മുട്ടയിൽ മുക്കി ബ്രെഡിൽ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഒരു ബാച്ചിൽ 2 എണ്ണം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. എണ്ണയിലിടുമ്പം ഹൈ ഫ്ലെയിം ആയിരിക്കണം. പെട്ടെന്ന് തന്നെ അതങ്ങ് ലോ ആക്കി വെക്കണം. കാരണം നമ്മൾ ബ്രെഡ് ക്രംസ് ആണല്ലോ ഇത്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളു പച്ചയാണ്, പച്ച മാവല്ലേ. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യണം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പം ബ്രെഡ് ക്രംസ് നല്ല ബ്രൗണായി വരുമ്പം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പം എല്ലാ ചിക്കൻ റോളും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിക്കൻ റോൾ ഞാൻ പുറത്തുനിന്ന് പലതവണ കഴിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് സാധാ ബ്രെഡിനെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണെന്നാണ്. ഇപ്പം ഡിയാൻസ് കിച്ചൻ ഇതിനിടെ കണ്ടപ്പോഴാണ് ഇങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പം ഡിയാൻസിനോട് താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. താങ്ക്സ് ടു ഡിയാൻസ്. ഇനി ഞാനിപ്പം അപ്പം ചുട്ടെടുക്കുകയാണ്. മഗ്‌രിബ് അടുക്കാറായി. ഇതൊക്കെ ചൂടോടെ കഴിക്കുന്നതല്ല അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇത് ഡബിളായിട്ട് പൊങ്ങി വന്നപ്പം ഞാനിപ്പം പാത്രം അങ്ങ് മാറ്റി കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചൂടായ പാനിലേക്ക് ഓരോ തവിയായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഒരു ഓട്ടപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അങ്ങ് വലിങ്ങനെ അങ്ങ് പരത്തണമെന്നില്ല. ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ട് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തവയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഹോൾസ് കണ്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് അങ്ങ് ആറിക്കിട്ടും, നന്നായി വെന്ത് കിട്ടും. അപ്പം നമുക്ക് തിരിച്ചിടേണ്ട ആവശ്യമില്ല. തട്ടൽക്കുട്ട് ദോശയൊക്കെ ഉണ്ടാക്കുന്നില്ല, അതേപോലെ തന്നെയാണിത്. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രിങ്കായിട്ട് മിൽക്ക് ഫാലൂദ ഉണ്ട്. മിൽക്ക് ഫാലൂദ ഞാനൊന്നുണ്ടാക്കിയ അതേ സെയിം റെസിപ്പി തന്നെയാണ്. അതിൻ്റെ കൂടെ ഇന്ന് ഞാൻ കുറച്ച് കരിക്കുണ്ടായിരുന്നു, അതും ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ ഇവിടെ റെഡിയായി. അപ്പം എൻ്റെ ഈ റമദാൻ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം വ്ളോഗ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും കണ്ടിട്ട് ഇത് ഉണ്ടാക്കുമെങ്കിൽ അതല്ലേ നല്ലത്. സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണേ. അത് ഫ്രീ ആണ്, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ഇന്നത്തെ നോമ്പുതുറയുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമുൻസ് കിച്ചൻ. താങ്ക് യു.